വെൽക്കം ബാക്ക് ടു ഒരു ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് വന്നിരിക്കുന്നത് DSR പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ കാണാൻ വനിതാ വന്നിരിക്കുകയാണ്. 5:30 ഷോ. DSR, The Day of Wrath, directed by Rahul Sadashivan, from the director of Brahmayugam and Bhutakalam. What a man you have done it. You again strike again. എന്താ പറയാ, ഒരു ആക്ച്വലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ട് തിരിച്ചെത്തിയേക്കണം വീട്ടിലേക്ക്. ഇതിൻ്റെ ടീസറിലാണ്, ട്രെയിലറിലാണ് അത് കണ്ടപ്പോൾ ഒരേപോലെ ഹൈപ്ഡ് ആയിട്ടിരിക്കുകയാണ്. എനിക്ക് 100% ഒരു നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. എന്താ പറയുക, ഈ സിനിമയുടെ തുടക്കം തൊട്ട് സ്ലോ പേസ് ആയിട്ടാണ് ഈ പടം തുടങ്ങിയിരിക്കുന്നത്. ഭൂതകാലം പോലെ സ്ലോ പേസ് ആയിട്ടാണ് ഈ പടത്തിന് ഈ പടം തുടങ്ങിയത്. പിന്നെ പതുക്കെ ടൈറ്റിൽ കാർഡ് കഴിഞ്ഞപ്പോഴും പടം കുറച്ച് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം പടം ഒരു ഇൻട്രസ്റ്റിങ്ങിലേക്ക് കിടക്കുക. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ ഒരു ഒറ്റ ബാക്കി പറഞ്ഞാൽ ഒരു കിഡിലും ഫസ്റ്റ് ഹാഫ്. ഒപ്പം അത്യാവശ്യം കുറേ ഹൊറർ എലിമെൻറ്റ്സ് കാണിക്കുക. ആ സീൻസൊക്കെ എൻ്റെ പൊന്നെ പേടിച്ചെന്ന് പറയാം. അത് ചുമ്മാ ഈ പഴഞ്ച സിനിമയിലെ പ്രേതത്തെ കാണിച്ച് പഠിപ്പിക്കുന്നതല്ല. ഈ സിനിമയിലുള്ള ആ സൗണ്ട് എഫക്ട്സും അതുപോലെ ക്രിസ്റ്റോ സേവറിൻ്റെ ഒരു അന്യായ ലെവൽ മ്യൂസിക്, BGM, അതുകൊണ്ട് തിയേറ്ററിൽ മസ്റ്റ് പിടിച്ചിരുത്തിയെന്ന് പറയാം. ഒരു പക്ക സീറ്റ് ഇട്ടിട്ട് ഹൊറർ ത്രില്ലർന്ന് എനിക്കെടുത്ത് പറയാം DSR എന്ന് കണ്ടപ്പോൾ. എന്താ പറയുക, ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് എന്ന് തന്നെ എടുത്ത് പറയാം. അതുപോലെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് എടുത്ത് പറയാം. എനിക്ക് ടോട്ടലി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുകയാണ് ഈ പടം കണ്ടപ്പോൾ. എനിക്കിതിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ, അതുപോലെ ഈ സിനിമയുടെ ഇൻ്റർവലും ഒരുമാതിരി ഞെട്ടിക്കുന്നൊരു ഇൻ്റർവൽ സീനും, അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി മിഡ് ലെവലിൽ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഹാഫിനെക്കാളും വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറേ ഫാസ്റ്റ് പേസിങ് ആയിട്ടാണ് സിനിമ കൊണ്ടുപോയത് എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫും കൊള്ളാം. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര ത്രില്ലടിക്കുന്ന സംഭവങ്ങൾ ഇച്ചിരി കുറവാണ്. എങ്കിലും ഇറ്റ്സ് എ ഗുഡ് സെക്കൻഡ് ഹാഫ്. ആൻഡ് ലാസ്റ്റ് 30 മിനിറ്റ് സീൻ, അതായത് ഭയങ്കര ഫാസ്റ്റ് പേസായിട്ട് ഈ പടം കൊണ്ടുപോയി. ഇതിൻ്റെ അവസാനം 30 മിനിറ്റ് ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാം. അതിൻ്റെ കുറച്ച് സസ്പെൻസും ട്വിസ്റ്റൊക്കെ എന്തൊക്കെയോ ഇവിടെ കിടപ്പുണ്ട്. അത് ഞാനായിട്ട് പറയുന്നില്ല. നിങ്ങൾ ഇത് വേഗം പോയി ടിക്കറ്റ് എടുത്ത് പോയി തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും നല്ലത്. കുറേ പേര് ഇത് ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്പോയിൽ ചെയ്താൽ പിന്നെ അത് നിങ്ങൾ ഈ ട്വിസ്റ്റൊക്കെ അറിഞ്ഞിട്ട് പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം എന്തോ സംഭവം പണി വെച്ചെടുക്കുക രാഹുൽ സദാശിവൻ. എനിക്കെടുത്ത് പറയാനുള്ളൂ. പിന്നെ ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ, അതായത് പ്രണവ് മോഹൻലാലിൻ്റെ ഒപ്പം ഒരു മനുഷ്യൻ്റെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി നല്ലൊരു പ്രകടനമായിരുന്നു ചെയ്തത്. ഇതിൻ്റെ പേര് ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കണ്ടപ്പോഴാണ് പുള്ളിയുടെ പേര് ഞാൻ തിരിച്ചറിഞ്ഞത്. പുള്ളിയും പ്രണവ് മോഹൻലാലിൻ്റെ ഒപ്പം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയുക, ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും മ്യൂസിക്, BGM ഒക്കെ ശരിക്കും ടെൻഷൻ അടുപ്പിച്ച് ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് തിയേറ്ററിൽ പിടിച്ചിരുത്തിയെന്ന് പറയാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലെടുത്ത് പറഞ്ഞു. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു കിടിലം വേറെ ലെവല് പീക്കിലേക്ക് കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫ് കുറച്ചൊരു മിഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തെങ്കിലും അത്യാവശ്യം നല്ലൊരു സെക്കൻഡ് ഹാഫാണ്. ലാസ്റ്റ് ഒരു പവർ പാക്ഡ് ഒരു ക്ലൈമാക്സ് തന്നെ തന്നത്. ഒപ്പം നല്ലൊരു ടെയിലെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് അത്ര പറയാനുള്ളൂ. പിന്നെ ഇതിലെ മേക്കിംഗ് ആണെങ്കിൽ ടെക്നിക്സ് ആയിട്ടാണെങ്കിലും ആസ് യൂഷ്വൽ രാഹുൽ സദാശിവൻ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഈ സിനിമ എന്താ പറയുക, രാഹുൽ സദാശിവൻ്റെ കരിയറിലെ ഒരു പെർഫെക്റ്റ് മാസ്റ്റർ ക്ലാസ് മൂവിയായിട്ട് പറയാം.
അത്രേ പറയാനുള്ളൂ. ഇനി ഈ സിനിമയിൽ ഞാൻ എപ്പോഴും പറയാമെന്ന് വെച്ചിട്ട് നിങ്ങൾ വലിയ കഥയൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. ഒരു ടിപ്പിക്കൽ ഹൊറർ സ്റ്റോറിയാണ്. പക്ഷെ അവരെടുത്ത് വെച്ച രീതി വേറെ ലെവലിലേക്ക് തന്നെയാണ് എടുത്തു വെച്ചേക്കണം. പ്രത്യേകിച്ച് എൻ്റെ പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസും അതുപോലെ ഇതിലെ സൗണ്ട് എഫക്ട്സും മേക്കിങ്ങും അതുപോലെ ക്രിസ്റ്റോ സേവ്യറിൻ്റെ, ഞാൻ ഇപ്പോഴും പറയാണ്, BGM മ്യൂസിക് വർക്കൊക്കെ അന്യായം എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമ DS എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 4.5 അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താം. പിന്നെ ഒരു കാര്യം, വീഡിയോ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും തനിച്ച് പോയി കാണുക. ഫാമിലിയായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണേണ്ട പടമല്ല. കാരണം ഇതൊരു A സർട്ടിഫിക്കറ്റ് കിട്ടിയത് പടമാണ്. അപ്പോൾ നല്ല അതിൻ്റേതായൊരു വയലൻസ് സീൻസും നന്നായിട്ട് ഇരിപ്പുണ്ട് ആ സിനിമയിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. കഴിയുമെന്ന് വെച്ചാൽ ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല തിയേറ്ററിൽ പോയി സെലക്ട് ചെയ്ത് പോയി കാണുക. കഴിയുമെന്ന് വെച്ചാൽ രാത്രി തന്നെ പോയി ടിക്കറ്റ് എടുത്ത് കാണുക. അപ്പോൾ എന്തൊരു ത്രില്ല് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓവറോൾ ദിസ് ഇസ് എ പീക്ക് ആൻഡ് ഹെൽ ഓഫ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരെയും സുലാൻ ആൻഡ് ഗുഡ് നൈറ്റ്.